നമസ്കാരം. ഈ ശിവരാത്രിയെക്കുറിച്ചും ശിവരാത്രി വ്രതത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് ഭാഗത്തും കന്യാകുമാരിയിൽ മാത്രമുള്ള ശിവാലയോട്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതെന്താണെന്നും എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചത് വായിക്കാൻ വേണ്ടി തന്നെയാണ്. 10 രൂപ താക്കോല് പിന്നെന്താ ഹായ്. അപ്പൊ നമ്മള് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എന്റെ നാടായ കഴക്കൂട്ടത്ത് നിന്ന് ആദ്യ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഇവിടുന്ന് 60 കിലോമീറ്റർ ഉണ്ട്. ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. 60 കിലോമീറ്റർ ഈ വെയിലത്ത് നല്ല വെയിലുണ്ട്, യാത്രയാണ്. തമിഴ്നാട് കയറിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ ചേട്ടന്മാർ നമ്മളൊപ്പം തന്നെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വന്ന് അതേ ഇതിൽ പോവേണ്ട എല്ലാവരും ഉണ്ട്. അത് കാണാൻ പറ്റും. ഒരു പടയ്ക്കുള്ള ആളുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഒരു പ്രത്യേക വൈവാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ പോവാ. തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അമ്പലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ ക്ഷേത്രം തിരുമല മഹാദേവ ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് തിരുക്കുറിശി, പിന്നെ തൃപ്പരപ്പിൽ സ്റ്റേ ചെയ്ത് രാവിലെയാണ് ദർശനം കാണുന്നത്. അവിടുന്ന് രാവിലെ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. പക്ഷെ ഇപ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ ഈ യാത്രയോടൊപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യ അമ്പലത്തിൽ കയറുന്ന മുമ്പായിട്ട് ഇവിടുത്തെ ഈ ഒരു അതെന്താ പറയുക തടാകം അതിലൊക്കെ ഇവിടെ ഒരു കുളിയുണ്ട്. അതാണ് വമ്പ സെറ്റപ്പ്. ഇവിടെയാണ് ഇപ്പം കുറേ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഇവിടെ നിന്ന് തൊട്ട് കുറേ ആൾക്കാർ കാൽനടയായിട്ടും ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഒക്കെ യാത്രയാണ്. ഭയങ്കര രസകരമായ യാത്രയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പം ബാക്കി വീഡിയോ അടുത്ത നാളെ രാവിലെ. നമ്മൾ ആദ്യ കുളത്തിൽ കുളിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് ആദ്യത്തെ അമ്പലത്തിലേക്ക്. അപ്പൊ അവിടെ ഒരു വിഷറിയും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സഞ്ചി വെച്ചിട്ടുണ്ട്. ഇതിൽ 12 അമ്പലത്തിലുള്ള ഭക്ഷണം ശേഖരിക്കാൻ. നമ്മള് ഒന്നാമത്തെ അമ്പലത്തില് തൊഴുതിറങ്ങിയിട്ട് രണ്ടാമത്തെ അമ്പലത്തിലോട്ട് പോകാൻ. അപ്പൊ ആദ്യത്തെ ആഹാരമാണ് നല്ല കടലയും ചുക്കാപ്പി. അഭിപ്രായം പോലെ കടല അഭിപ്രായം പോലെ നമ്മളെ ഇങ്ങനെ യാത്ര പോകുമ്പോഴത്തേക്കും എത്രയോ ആൾക്കാർ നടന്നു വരുന്ന പറയാം. നമ്മൾ അടുത്തുകൂടാ അതേപോലെ നടന്നു പോകണേന് ഇത്രയും ദൂരം. നമ്മൾ ബൈക്കിലാണ് പോണത്. ഇവർ ഇത്രയും കിലോമീറ്റർ നടന്നു വരിക എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെയും രാത്രിയും നന്നായിട്ട് നടന്നാ പോണം. അതിൽ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും എല്ലാ ആൾക്കാരും ഉണ്ട്. കൊഞ്ചോളം മതിയല്ലോ, തണ്ണി വന്നു പോകുമ്പോൾ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അമ്പലമായ തിക്കൃഷിയിൽ എത്തിയിരിക്കുകയാണ്. നാഗർകോവിൽ സാർബാக இலவச மருத்துவ முகாம் நடைபெற்றுக் கொண்டிருக்கிறது. അങ്ങനെ തൃപ്പരപ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 10:45. ഇനി ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ കുളിച്ച് ഭഗവാനെ കണ്ടിട്ട് നാളെ നമ്മൾ നേരെ അടുത്ത അമ്പലത്തിലോട്ട് പോകും. ഇന്നലെ എവിടെയാണ് നമ്മൾ കിടന്നത്?
അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ക്ഷേത്രത്തിലായ തൃപ്പരപ്പില് പോവുകയാണ്. ഫുൾ വൈബ് ലൈറ്റ് എന്ന് വെച്ചാൽ അമ്മാതിരി ലൈറ്റ്. അങ്ങനെ നാലാമത്തെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മള്. തിരുനാവായിക്കര അല്ലേ? തിരുനാവായിക്കര. ഇത്തവണ ആണുങ്ങളെ സ്ത്രീകൾ ഒരുപാടുണ്ട്. ക്ഷേത്രമായ തിരുനാവായിക്കരയാണ് നാം നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ മല കയറ്റമാണ്. കാണിച്ചു തരാം. ഇത് ഞാൻ ഓടി കയറി നോക്കിക്കോ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സംഭവമാണ്. രാവിലെ യാത്ര സൂപ്പറാണ് ചേട്ടാ. ആ ഇയാളെ തണുപ്പില് ഇങ്ങനെ കനാലിന്റെ സൈഡിൽ കൂടി കനാലിൽ കാണിച്ചോട്ടെ. നല്ല രസമുണ്ട്. ഇപ്പൊ ഒരു 6 മണിയൊക്കെയാണ്. നല്ല നല്ല രസമുണ്ട് സത്യം. അഞ്ചാമത്തെ ക്ഷേത്രമായ പൊന്മല എത്തിയിരിക്കുകയാണ്. നമ്മൾ 6ാമത്തെ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇഡലി കഞ്ഞി, എല്ലായിടത്തും കഞ്ഞിയുണ്ട്. ഇത് ഇഡലി പൂ പോലത്തെ ഇഡലി. അതിങ്ങനെ അവരുണ്ടാക്കി ഒരുപാട് പേരാ. ഇവിടെ നിന്ന് അങ്ങറ്റം വരാളാ. നമ്മൾ ഈ എൻഡിൽ നിൽക്കുക. അവരിങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഞാൻ വാർപ്പള കണ്ട നമ്മൾ പാചക സ്ഥലത്ത് അടുക്കള. അവർ അടുക്കളയിൽ കയറിയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് ജനം കിടക്കുക. ഇഡലി സാമ്പാറും സൂപ്പറായിട്ട് ഉണ്ട്. അങ്ങനെ 6ാമത്തെ ക്ഷേത്രമായ പന്നിപ്പാത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരാളുടെ ഉണ്ട് എന്റെ ഇവിടെ. ശരിയടാ, നല്ല നിലകൊണ്ട് ചെയ്യുമ്പോഴത്തേല്. അങ്ങനെ നമ്മള് 7ാമത്തെ ക്ഷേത്രമായ കൽക്കുളത്ത് എത്തിയിരിക്കുകയാണ്. കൽക്കുളത്തിന്റെ പ്രത്യേകത കാണിച്ചു തരാം. ഇതല്ലേ ഇത് ഗോപാല പറയുന്നത് പറയാം. 8ാമത്തെ ക്ഷേത്രമായ മേലാങ്കോട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയോട് കൂടി നമ്മൾ 9ാമത്തെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ക്ഷേത്രം കാണിച്ചു തരാം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പൊ ഈ പോകുന്ന വഴിയോരത്തെല്ലാം ഫുഡാണ് കേട്ടാ. ഇപ്പൊ കിട്ടി ഫുഡ് കഴിക്കുക. ചോറ്, സാമ്പാർ, അവിയല്, കിച്ചടി, മാങ്ങ, സൂപ്പർ പായസം, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ 10ാമത്തെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 11ാമത്തെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 12ാമത്തെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ക്ഷേത്രം 12 ശിവക്ഷേത്രങ്ങളും സന്ദർശിച്ചതിന് ശേഷം അവസാനം നമ്മൾ 12ാമത്തെ ശിവക്ഷേത്രത്തിന്റെ അടുത്ത് കാണുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് അവിടെ മാല വരുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പൊ നമ്മൾ 12ാമത്തെ ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങുകയാണ്. முதலாவது முஞ்சிரை டெம்பிள், 2வது திக்குறிச்சி டெம்பிள், 3வது திற்பரப்பு டெம்பிள், 4வது திருநந்திக்கரை டெம்பிள், 5வது பொன்மனை டெம்பிள், 6வது பன்னிப்பகம் டெம்பிள், 7வது கல்குளம் டெம்பிள், 8வது மேலாங்கோடு டெம்பிள், 9வது திருவிடைக்கோடு டெம்பிள், 10வது திருவிதாங்கோடு டெம்பிள், 11வது திருப்பந்திக்கோடு டெம்பிள், கடைசியா 12வது திருநட்டாலம் டெம்பிள்.